ജസൂരി സർ നമസ്കാരം. വഖഫ് മോഡുമായി ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. നിയമം പാസ്സാക്കുന്നതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വരുമെന്നൊക്കെയാണ് പല മുസ്ലിം ബോർഡുകളും പല പണ്ഡിതന്മാരും ഒക്കെ രംഗത്ത് വന്നുകൊണ്ട് പ്രതികരിക്കുന്നത്. യഥാർത്ഥത്തിൽ വഖഫ് ബോർഡ് ചത്തുപോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. JPCയുടെ അംഗീകാരത്തോടുകൂടി നിയമം പാസ്സാകുന്നതോടുകൂടി അതാണ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു വളച്ചൊടുക്കൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മുസ്ലിങ്ങൾക്കെതിരാണ്, മുസ്ലിങ്ങൾക്ക് എന്തോ വലിയ രീതിയിലുള്ള ദോഷം സംഭവിക്കാൻ വേണ്ടി പോകുന്നു എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. എങ്ങനെയാണ് മൊത്തത്തിൽ ഈ ഒരു സാഹചര്യങ്ങൾ, ഇപ്പം രൂപപ്പെട്ടിരിക്കുന്ന ഈ നിയമവുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളെ സാറ് നോക്കിക്കാണുന്നത്? വഖഫ് ബോർഡ് എങ്ങനെയാണ് ഉണ്ടായത്? ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല, ഞങ്ങൾക്കൊരു സ്വതന്ത്ര രാജ്യം വേണം എന്ന് പറഞ്ഞിട്ടാണല്ലോ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ നമ്മൾ മുറിച്ചു കൊടുത്തത്. ആ പാകിസ്ഥാനിൽ വഖഫ് ബോർഡ് ഇല്ല. അപ്പോൾ മുസ്ലിം നിയമപ്രകാരം വഖഫ് ബോർഡ് നിർബന്ധമാണെങ്കിൽ വഖഫ് ബോർഡ് എത്ര മുസ്ലിം രാജ്യങ്ങളിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ഈ വഖഫ് ബോർഡിന് വേണ്ടി വാദിക്കുന്നവർ ഒന്ന് മറുപടി പറയട്ടെ. ലോകത്ത് 59 മുസ്ലിം രാജ്യങ്ങളുണ്ട്. അവിടെ എവിടെയെങ്കിലും ഇന്ത്യയിൽ ഉള്ളതുപോലെയുള്ള നിയമത്തോടു കൂടി ഒരു വഖഫ് ബോർഡ് നിലവിലുണ്ടോ? ഇവര് മറുപടി പറയണം. ഇന്ന് അറിയപ്പെടുന്ന എല്ലാ മുസ്ലിം രാജ്യങ്ങളും, അത് ഖത്തറാണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും UAE ആണെങ്കിലും ഒമാൻ ആണെങ്കിലും ബഹ്റിനാണെങ്കിലും ഏത് അറിയപ്പെടുന്ന മുസ്ലിം രാജ്യങ്ങളിലും വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് അവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ്, സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന ഭാഗം മാത്രമാണ്. ഇന്ത്യയിലേതുപോലെ ഭരണഘടനയ്ക്കും സുപ്രീം കോടതിക്കും മുകളിൽ ഒരു വലിയ അധികാര സ്ഥാപനമായി വഖഫ് ബോർഡ് ലോകത്ത് ഒരു രാജ്യത്തും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വഖഫ് ബോർഡ് ആരെയും ഭയപ്പെടാതെ ഈ രാജ്യത്ത് തേർവാഴ്ച നടത്തുകയായിരുന്നു. അതായത് സുപ്രീം കോടതിയെ ഭയപ്പെടേണ്ട, ഭരണഘടനയെ ഭയപ്പെടേണ്ട, പാർലമെന്റിനെ ഭയപ്പെടേണ്ട, അതിനൊക്കെ മുകളിൽ വഖഫ് ബോർഡിനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു കോൺഗ്രസ് പാർട്ടി. അതിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല, എല്ലാവർക്കും അറിയാം. ഏതായാലും അതുകൊണ്ട് ദുരിതം അനുഭവിച്ചിരുന്നത്, ഈ രാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്ന ദുരിതവും അനുഭവിച്ചിരുന്നത്, അതായത് കൂടുതൽ ദുരിതം അനുഭവിച്ചിരുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളാണ്. കാരണം അവരുടെ സ്വത്തുക്കളാണ് കൂടുതൽ നഷ്ടപ്പെട്ടിരുന്നത്. കൂടാതെ തന്നെ ക്രൈസ്തവരും ഹിന്ദുക്കളും അടക്കം മറ്റുള്ള ആൾക്കാരുടെ ഭൂമിയും വഖഫിന് കയ്യേറാം, മനസ്സിൽ തോന്നിയാൽ വഖഫാണ് എന്ന് പറയുകയും വൺസ് എ വഖഫ് ഓൾവേസ് വഖഫ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ വഖഫ് ചെയ്താൽ പിന്നെ ഒരിക്കലും എടുക്കാൻ വയ്യ എന്ന നിയമമൊക്കെ കൊണ്ടുവന്ന് ആരുടെ സ്വത്ത് ഏറ്റെടുക്കാം. ഇപ്പൊ സർക്കാരിന്റെ ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞു ധാരാളം. ഹിന്ദുക്കളുടെ ഭൂമി, ക്രിസ്ത്യാനികളുടെ ഭൂമി, മറ്റുള്ളവരുടെ ഭൂമി ഒക്കെ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതൊക്കെ അവർ കൊടുത്തതല്ലെന്ന് ഓർക്കണം, ഏറ്റെടുക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു വലിയ കൊള്ള, വലിയ ഒരു അക്രമം ഭരണഘടനയെ നോക്കുകുത്തിയാക്കി, സുപ്രീം കോടതിയെ നോക്കുകുത്തിയാക്കി, പാർലമെന്റിനെ നോക്കുകുത്തിയാക്കി ഒരു രാജ്യത്ത് അനുവദിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തന്നെ ഈ വഖഫിന് അടിയറ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഇവിടെ ഇന്ന് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും തന്നെ സ്വകാര്യമായി അംഗീകരിക്കുന്ന കാര്യമാണ് ഇത് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ മാറ്റാൻ ഗട്സ് വേണം, നട്ടല് വേണം. അത് കോൺഗ്രസിന് നട്ടല്ലില്ല, CPM-ന് നട്ടല്ലില്ല, പ്രതിപക്ഷ പാർട്ടികൾക്ക് അതില്ല. മുസ്ലിം സമൂഹത്തിനുള്ളിൽ പ്രത്യേകിച്ച് വനിതകൾ അടക്കമുള്ളവരുടെ നിരവധിയായിട്ടുള്ള സ്വത്തുക്കൾ വഖഫ് ചെയ്യപ്പെട്ട് ആർക്കും ഉപയോഗപ്പെടാതെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുത്തവല്ലിമാരാണ് ഇത് ഭരിക്കുന്നത്, അവരതിനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സുന്നി മുസ്ലിങ്ങൾക്കാണ് വഖഫ് ബോർഡ്. ഷിയ മുസ്ലിങ്ങളോ അഹമ്മദിയ മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയോ അങ്ങനെയുള്ള 100-100ഓളം അവാന്തര വിഭാഗങ്ങൾ, ജാതികൾ ഈ മുസ്ലിം സമൂഹത്തിലുണ്ട്. അപ്പോൾ സുന്നി ജാതിക്കൊഴികെ മറ്റൊരു ജാതിക്കും ഈ വഖഫ് ബോർഡിനകത്ത് പ്രാതിനിധ്യം പോലും ഉണ്ടായിരുന്നില്ല. അതെല്ലാം അവസാനിക്കാൻ പോവുകയാണ്. ഇപ്പോൾ കൃത്യമായും സർക്കാരിന്റെ മേൽനോട്ടത്തിൽ വഖഫ് ബോർഡ് തുടരും. അതുപോലെ തന്നെ ഇതിന്റെ അധികാരിയായി ജില്ലാ കളക്ടർമാർ വരും. അവർക്ക് പവർ ഉണ്ടാകും. വഖഫിന്റെ സ്വത്തുക്കൾക്ക് രജിസ്ട്രി ഉണ്ടാകും, കണക്കുണ്ടാകും, അക്കൗണ്ട്സ് ഉണ്ടാകും, ഓഡിറ്റിംഗ് ഉണ്ടാകും, കൃത്യമായി പരിപാലിക്കപ്പെടും. വഖഫ് നിരോധിക്കുകയല്ല സർക്കാർ ചെയ്തത്, വഖഫിനെ ഇന്ത്യൻ നിയമങ്ങൾക്ക് കീഴിലാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് മതനിയമപ്രകാരം നിലനിന്നിരുന്ന വഖഫ് ബോർഡ് മരിച്ചു. ഇനി ഇന്ത്യയുടെ സിവിൽ നിയമപ്രകാരമുള്ള വഖഫ് ബോർഡാണ് വരാൻ പോകുന്നത്. എന്തായാലും വഖഫ് ഭേദഗതി ബില്ലിന് രാജ്യസഭയിൽ അംഗീകാരം വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. 44 പ്രതിപക്ഷങ്ങളുടെ ആവശ്യങ്ങളൊക്കെ തള്ളിക്കൊള്ളാണ് ഈ ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ഇവിടെ പലരും പ്രതിപക്ഷമൊക്കെ കൃത്യമായിട്ടും BJP-യെ
BJP-ക്കെതിരെ ഒരു മറുവാദം ഉന്നയിക്കുന്നത് 2013 പ്രത്യേകിച്ചും സന്ദീപ് വാര്യറിനെ പോലുള്ളവരൊക്കെ നമ്മൾ അത്തരം വിഷയങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടായി. 2013 BJP-യുടെ പ്രകടന പത്രികയിൽ തന്നെ വഖഫ് ബോർഡിന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന അല്ലെങ്കിൽ വഖഫ് ബോർഡിനെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ളൊരു നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നു. പിന്നെ എന്തുകൊണ്ട് അവർ ഇപ്പോൾ വരുമ്പോൾ അത് മാറ്റി പറയുന്നു, തള്ളിപ്പറയുന്നു തുടങ്ങിയ വാദങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട്. അത്തരത്തിൽ വാദങ്ങളോടൊക്കെ എങ്ങനെയാണ് സാർ പ്രതികരിക്കുന്നത്? BJP പറഞ്ഞിരുന്നത് 100% നടപ്പാക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വഖഫ് ബോർഡിന് ഈ രാജ്യത്തെ നിയമത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഉറപ്പ് കൊടുക്കും, ഒരു ദാർഢ്യമുണ്ടാക്കും. നിയമാനുസൃതമല്ലാത്ത ഒരു വഖഫ് ബോർഡിന് ഏതൊരു വ്യക്തിക്കും ഏതൊരു സംഘടനയ്ക്കും അല്ലെങ്കിൽ അതിന്റെ തലപ്പത്തിരിക്കുന്ന 2-3 വ്യക്തികൾക്ക് ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാവുന്ന സ്വകാര്യ സ്വത്ത് പോലെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ ഇതോടുകൂടി വഖഫിന് നിയമപരമായ സാധ്യതയുണ്ടാകും, മേൽനോട്ടമുണ്ടാകും, ഗവൺമെന്റിന്റെ കർശനമായ ഇടപെടലുണ്ടാകും, സിവിൽ ഭരണത്തിന് കീഴിലാക്കും. അതാണ് അന്നും ഇന്നും BJP പറയുന്നത്. BJP നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നടപ്പാക്കുന്നു എന്ന് മാത്രം. ഇതോടുകൂടി വഖഫ് ബോർഡിന്റെ കാര്യങ്ങളിൽ സർക്കാരിനും കോടതിക്കും പാർലമെന്റിലും ഇടപെടാനുള്ള അധികാരമുണ്ട്. കൂടാതെ തന്നെ ഇതിന് ഇരയായിത്തീരുന്ന ലക്ഷോപലക്ഷം ആൾക്കാർക്ക് നിയമപരമായി തന്നെ പരിഹാരം ഉണ്ടാക്കാനും സാധ്യതയാണ് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതാണ് BJP മുമ്പ് പറഞ്ഞതും ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പം രാജ്യസഭയിൽ ഇതിൻ്റെ ഒരു ആദ്യപടി എന്നൊരു നിലയിൽ അംഗീകാരം ലഭിച്ചെങ്കിലും മറ്റ് ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. അപ്പോൾ കൂടുതൽ രീതിയിൽ ഈ പ്രതിഷേധങ്ങൾ കനക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന ഒരു സാധ്യതയിലേക്ക് എത്താനുള്ള ഒരു പ്രതിസന്ധി ഇല്ലേ യഥാർത്ഥത്തിൽ? കാരണം പല കോണുകളിൽ നിന്നായിട്ട് മുസ്ലിങ്ങൾ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം തീർക്കുന്നുണ്ട്. ഇതിപ്പോൾ രാജ്യസഭ കടന്നാൽ ലോകസഭയും കടക്കും, ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ലോകസഭയിലും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടും. അങ്ങനെ രാജ്യസഭയും ലോക്സഭയും കടന്നാൽ പിന്നെ ഈ നിയമം പാസ്സാക്കാൻ വേണ്ടി രാഷ്ട്രപതിക്ക് അയക്കും. രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടുന്നതോടുകൂടി അത് നിയമമായിട്ട് മാറും. ആ സമയമാകുമ്പോഴേക്കും ഇപ്പോൾ പ്രതിഷേധം ഉയർത്തുന്ന ആൾക്കാർ സമൂഹത്തിൽ ഒറ്റപ്പെടുകയും അത് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളാണെങ്കിലും അവരുടെ പിണിയാളുകളായി നിൽക്കുന്ന മുസ്ലിം സംഘടനകളാണെങ്കിലും പത്തി മടക്കി പഞ്ചപുച്ഛമടക്കി അംഗീകരിക്കുന്ന അവസ്ഥയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഞാനിത് ഇത്ര അടിയുറപ്പിച്ച് പറയാൻ കാരണം, മുത്തലാഖ് നിരോധിച്ചപ്പോൾ രാജ്യം കത്തും എന്ന് പറഞ്ഞവരാ, 370 വകുപ്പ് എടുത്ത് കളയും എന്ന് പറഞ്ഞപ്പോൾ രാജ്യം കത്തും എന്ന് പറഞ്ഞവരാ. അതുപോലെ തന്നെ CAA വരുമ്പോൾ രാജ്യം കത്തും എന്ന് പറഞ്ഞവരാ. ഒരു ചുക്ക് ഇവിടെ സംഭവിച്ചില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇതും. വഖഫിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ ഏറെ വലിയ സ്വാഗതമായിരിക്കും ലഭിക്കുക. മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആൾക്കാര്, ഇന്ന് വഖഫിന്റെ കെടുതി അനുഭവിക്കുന്നവര്, അതുകൊണ്ട് സാമ്പത്തിക നഷ്ടമുള്ളവര്, ജീവിതം വഴിമുട്ടി നിൽക്കുന്നവര്, അവരൊക്കെ തന്നെ ഇതിനെ പിന്തുണയ്ക്കുന്ന കാഴ്ചയായിരിക്കും നമ്മൾ കാണുക. മാത്രമല്ല ഈ JPC റിപ്പോർട്ട് എന്ന് പറയുന്നത് നേരത്തെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് കർണാടകയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി, കോൺഗ്രസിന്റെ കേന്ദ്രമന്ത്രിയുടെ കാലത്ത് നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് BJP ഗവൺമെന്റ് നടപ്പാക്കുന്നത്. കോൺഗ്രസിന് നിർദ്ദേശിക്കാനുള്ള ധൈര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും മതമൗലികവാദികൾ, തീവ്രവാദ സംഘടനകൾ കോൺഗ്രസിന്റെ കഴുത്തിൽ പിടിമുറുക്കിയപ്പോൾ കോൺഗ്രസ് പേടിച്ചുപോയി. അതുകൊണ്ട് അവർ പിന്നോട്ട് മാറി. പക്ഷെ ഇന്ന് ഏതൊക്കെ തീവ്രവാദി സംഘടനകൾ എന്തൊക്കെ നിലപാടെടുത്താലും അതിനെയൊക്കെ പുല്ലുപോലെ തട്ടിക്കളഞ്ഞിട്ട് BJP ഗവൺമെന്റ്, NDA ഗവൺമെന്റ് ഇത് വ്യക്തമായി നടപ്പാക്കും. അതോടുകൂടി എതിർ ശബ്ദങ്ങളൊക്കെ കെട്ടടങ്ങുകയും ചെയ്യും. തീർച്ചയായിട്ടും കോൺഗ്രസിനില്ലാത്ത ധൈര്യം BJP കാണിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.